Welcome back to my channel CNM BHS Chemistry. Today I am going to discuss the topic valency in chemical bonding. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പാഠഭാഗം 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായത്തിലെ വാലൻസി എന്ന ടോപ്പിക്, വാലൻസി അഥവാ സംയോജകത. So before discussing it, how the elements attain stability. How the elements attain stability. So here the elements attain stability through chemical bonding. I think we had already discussed chemical bonding. എങ്ങനെയാണ് മൂലകങ്ങൾ സ്ഥിരത കൈവരിക്കുന്നത്? മൂലകങ്ങൾ സ്ഥിരത കൈവരിക്കുന്നത് രാസബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള രാസബന്ധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയോണിക ബന്ധനം, സംയോജക ബന്ധനം, അതായത് അയോണിക് ബോണ്ടിങ് ആൻഡ് കോവലന്റ് ബോണ്ടിങ്. ഇനി ഈ രണ്ട് രാസബന്ധനത്തിലും എന്താണ് സംഭവിക്കുന്നത്? അയോണിക ബന്ധനത്തിൽ the bonding is formed by the transfer of electron. That means giving and taking of electrons. അയോണിക ബന്ധനത്തിൽ ഇലക്ട്രോണുകളുടെ കൈമാറ്റം മുഖേനയാണ് എലമെന്റ്സ്, അതായത് മൂലകങ്ങൾ സ്ഥിരത കൈവരിക്കുന്നത്. സഹസംയോജക ബന്ധനത്തിൽ ഇലക്ട്രോണുകളുടെ പങ്കുവയ്ക്കൽ മുഖേന, അതായത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് മുഖേനയാണ് എലമെന്റ്സ് സ്റ്റേബിൾ ആവുന്നത്, അതായത് സ്ഥിരത കൈവരിക്കുന്നു. വീണ്ടും ഓർമ്മിക്കേണ്ട കാര്യം, സ്ഥിരത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ബാഹ്യ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 8 എണ്ണമാക്കി മാറ്റി വയ്ക്കുക. ബാഹ്യ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 എണ്ണമാവുന്ന പൊസിഷനാണ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയുന്നത്. അങ്ങനെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാലൻസി എന്താണെന്ന് നോക്കാം. The number of electrons lost, gained or shared by an atom during the chemical reaction is its valency. That is, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് അതിന്റെ സംയോജകത. അപ്പോൾ ഇത്രയും പറഞ്ഞിരുന്നത് വളരെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു അല്ലെ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി അഥവാ സംയോജകത. അപ്പോൾ അയോണിക ബന്ധനത്തിന്റെ കേസിൽ, അയോണിക് ബോണ്ടിങ്ങിലാണെങ്കിൽ എങ്ങനെയാണ്? ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കലാണ്. ഒരാറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, വേറൊരാറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവലന്റ് ബോണ്ടിങ്ങിലാണെങ്കിൽ എങ്ങനെയാണ്? ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ്, ഗെയിൻഡ് or shared by an atom during chemical reaction is its valency. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി. അപ്പോൾ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ മുമ്പ് പഠിച്ച സോഡിയം തന്നെയാണ്. സോഡിയം 11 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതി? 281. അപ്പോൾ ഈ സോഡിയം ആറ്റം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ബാഹ്യ ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സോഡിയത്തിന്റെ വാലൻസി എത്രയായിരിക്കും? സംയോജകത 1 ആയിരിക്കും. സോഡിയത്തിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 1 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ക്ലോറിൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? കോൺഫിഗറേഷൻ 287. അപ്പോൾ ക്ലോറിന്റെ ബാഹ്യ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതിന് സ്റ്റേബിൾ ആവാൻ എന്ത് വേണം? എത്ര ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ക്ലോറിൻ ആക്സെപ്റ്റ് 1 ഇലക്ട്രോൺ ആൻഡ് ബിക്കംസ് സ്റ്റേബിൾ. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയാണ്? 1 ഇലക്ട്രോൺ, 1 ആണ്. 1 ആവാൻ എന്താ കാരണം? ക്ലോറിൻ ഇവിടെ 1 ഇലക്ട്രോൺ സ്വീകരിച്ചാൽ മാത്രമേ ബാക്കി ഷെല്ലിൽ 8 എണ്ണമായിട്ട് സ്ഥിരത കൈവരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലോറിൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 1 ആണ്. ഇനി സോഡിയത്തിന്റെ കാര്യത്തിൽ സോഡിയം ബാഹ്യ ഷെല്ലിൽ നിന്ന് ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ സോഡിയത്തിന് സ്ഥിരത കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വാലൻസി എന്ന് പറയുമ്പോൾ എലമെന്റ്സ് തമ്മിൽ സംയോജിക്കുമ്പോൾ, രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ വിട്ടുകൊടുക്കുകയോ അതുപോലെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി അഥവാ സംയോജകത. Let us discuss how to find the valency of elements. So listen this table. So this table contains element or മൂലകം, atomic number, electronic configuration, electron വിന്യാസം, then valency or സംയോജകത. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെന്റ് സോഡിയം. The element തന്നിരിക്കുന്ന സോഡിയം
ക്ലോറിൻ, മെഗ്നീഷ്യം, ഓക്സിജൻ, കാർബൺ, ഫ്ലോറിൻ. ഈ എലമെന്റ്സിന്റെയൊക്കെ വാലൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം സോഡിയം 11 എഴുതിയിട്ടുണ്ട്. താഴെ എഴുതിയിരിക്കുന്ന നമ്പർ അറ്റോമിക് നമ്പറാണ്. അപ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. അതുപോലെ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8. കാർബൺ അറ്റോമിക് നമ്പർ 6. ഫ്ലോറിൻ അറ്റോമിക് നമ്പർ 9. ഇത്രയും വരെ നമുക്ക് എല്ലാവർക്കും അറിയാം എഴുതാൻ, അറ്റോമിക് നമ്പർ എഴുതാൻ അറിയാം. ഇനി അടുത്ത കോളം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ K shell contain maximum 2 electron, L shell maximum 8 electron, M shell 18 electron, N shell 32 electrons. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ, പരമാവധി 2 ഇലക്ട്രോൺ. ഇനി അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പോൾ 8 2 10 ഇലക്ട്രോണിനെ മാർക്ക് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ഇലക്ട്രോൺ എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇവിടെ എൻ ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. ഇനി ക്ലോറിൻ 17. ക്ലോറിൻ K ഷെൽ 2 ഇലക്ട്രോൺ, L ഷെൽ 8 ഇലക്ട്രോൺ, M ഷെൽ 7 ഇലക്ട്രോൺ. എൻ ഷെല്ലിൽ ഇലക്ട്രോണുകളൊന്നും ഇല്ല. അതുപോലെ മാഗ്നീഷ്യം 12 ഇലക്ട്രോൺ. 2 8 2. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ 8 ഇലക്ട്രോൺ. അപ്പോൾ K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 6 ഇലക്ട്രോൺ. കാർബൺ 6 ഇലക്ട്രോൺ. അപ്പോൾ 2 4. ഫ്ലോറിൻ 9 ഇലക്ട്രോൺ. 2 7. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മുൻപ് പഠിച്ചതാണ്. ഇനി എന്താണ് വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? വാലൻസി ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എലമെന്റ്. ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ്, ലോസ്റ്റ് ഓർ ഷെയർഡ് ബൈ ആൻ ആറ്റം ഡ്യൂറിങ് കെമിക്കൽ ബോണ്ടിങ്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി അഥവാ സംയോജകത. ഇനി നമുക്ക് നോക്കാം. സോഡിയം 11 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ബാക്കി ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. അപ്പോൾ സോഡിയത്തിന് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സോഡിയം ഈ ബാഹ്യ ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ബാഹ്യ ഷെല്ലിൽ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സോഡിയം ഇവിടെ സ്ഥിരതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 1. അതുകൊണ്ട് സോഡിയത്തിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 1 ആയിരിക്കും. അതുപോലെ ക്ലോറിന്റെ ബാഹ്യ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ക്ലോറിൻ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ക്ലോറിൻ 1 ഇലക്ട്രോണും കൂടി നേടിയാൽ മതി. അപ്പോൾ ക്ലോറിൻ 1 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് സ്ഥിരത കൈവരിക്കുന്നു. അപ്പോൾ ക്ലോറിനെ സംബന്ധിച്ച് ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് സംയോജകത അല്ലെങ്കിൽ വാലൻസി. അപ്പോൾ ക്ലോറിൻ ഇവിടെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ക്ലോറിന്റെ വാലൻസിയാണ് 1. വാലൻസി അല്ലെങ്കിൽ സംയോജകത. ഇനി അടുത്ത എലമെന്റ് മൂലകമാണ് മഗ്നീഷ്യം. അപ്പോൾ മഗ്നീഷ്യത്തിന് ബാക്കി ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ മഗ്നീഷ്യം സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ബാക്കി ഷെല്ലിൽ എത്ര ഇലക്ട്രോണായി? 8 ഇലക്ട്രോണായി. അപ്പോൾ മഗ്നീഷ്യം സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ സംയോജകത അല്ലെങ്കിൽ വാലൻസി എത്രയാണ്? 2 ആയിരിക്കും. അതുപോലെ ഓക്സിജൻ എത്രയാണ്? അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അപ്പോൾ ഓക്സിജന്റെ ബാഹ്യ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഓക്സിജൻ 8 എണ്ണാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അതായത് 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ ഓക്സിജന്റെ വാലൻസി എന്താണ്? 2. എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും സംയോജകത. അപ്പോൾ ഇനി അടുത്തത് ഏതാണ്? കാർബൺ ഇലക്ട്രോൺ വിന്യാസം 2 4 ആണ്. അപ്പോൾ കാർബണിന്റെ ബാഹ്യ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഉണ്ട് അല്ലേ? അപ്പോൾ കാർബൺ എന്ത് ചെയ്യുന്നു? കാർബണിന് 4 ഇലക്ട്രോൺ കൂടി വേണം. അപ്പോൾ നമ്മൾ കാർബൺ അല്ല വേറെ എക്സാമ്പിൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, മുമ്പ് ഉദാഹരണം പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാ പഠിച്ചത്? CCl4 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ്. അപ്പോൾ അതിൽ ഏത് ബന്ധനമായിരുന്നു? സഹസംയോജക ബന്ധനം. അപ്പോൾ കാർബൺ സ്ഥിരതയ്ക്ക് വേണ്ടി ഇവിടെ 4 ക്ലോറിൻ ആറ്റവുമായിട്ട് ഓരോ ജോഡി ഇലക്ട്രോണിനെ പങ്കുവയ്ക്കും.
അപ്പോൾ കാർബണിന്റെ സംയോജകത എത്രയായിരിക്കും? എത്ര ഇലക്ട്രോണുകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്? 4 ഇലക്ട്രോൺ. അതുകൊണ്ട് കാർബണിന്റെ സംയോജകത 4. ഇനി അടുത്ത എലമെന്റ് ഏതാണ്? ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ ആണ് 9. ഫ്ലൂറിന് ബാക്കി ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഫ്ലൂറിന്റെ ബാക്കി ഷെല്ല് ഏതാണ്? എൻ ഷെല്ലാണ്. കാരണം എൻ ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഉള്ളത്, 7 ഇലക്ട്രോൺ. അപ്പോൾ ഫ്ലൂറിനെ 8 സ്ഥിരത കൈവരിക്കാൻ എത്ര ഇലക്ട്രോൺ വേണം? 1 ഇലക്ട്രോൺ കൂടെ വേണം. അപ്പോൾ ഫ്ലൂറിൻ 1 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് സ്ഥിരത കൈവരിക്കുന്നു. അപ്പോൾ ഇവിടെ സ്വീകരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. അപ്പോൾ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയായിരിക്കും? 1. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓരോ മൂലകങ്ങളും രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ, അതായത് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ് പറയുമ്പോൾ വിട്ടുകൊടുക്കുന്നതോ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡൊണേറ്റഡ്, വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണോ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ആക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ സ്വീകരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണോ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർഡ് എന്ന് പറയുമ്പോൾ പങ്കുവയ്ക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ സംയോജകത അല്ലെങ്കിൽ വാലൻസി. ടെക്സ്റ്റ് ബുക്കിലെ പട്ടിക സയൻസ് ഡയറിയിൽ എഴുതി എല്ലാവരും പൂരിപ്പിക്കുക. ഇനി നമുക്ക് ഒരു സംയുക്തത്തിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പം കെമിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ടൈം തന്നെയാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജലത്തിൻ്റെ കെമിക്കൽ ഫോർമുല വാട്ടർ എന്നുള്ളത് H2O എന്ന് എഴുതാൻ അറിയാം. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് കെമിക്കൽ ഫോർമുല CO2 എന്ന് അറിയാം. അപ്പോൾ കെമിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ എലമെന്റ്സ് ആണ്, അവ ഓരോന്നും എത്ര ആറ്റങ്ങൾ വീതമുണ്ടെന്ന് കെമിക്കൽ ഫോർമുലയിൽ നിന്ന് തിരിച്ചറിയാം. അപ്പോൾ ജലം H2O എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. CO2 എന്ന് പറയുമ്പോൾ 1 കാർബൺ ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റവും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി അല്ലേ? അപ്പോൾ എന്താണ് കെമിക്കൽ ഫോർമുല? പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ ചുരുക്കി എഴുതുന്ന രീതിയാണ് രാസസൂത്രം അഥവാ കെമിക്കൽ formula. That is, chemical formula is a method of indicating the number of atoms in a molecule using symbols. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് കെമിക്കൽ ഫോർമുല അഥവാ രാസസൂത്രം. ഇനി ഇപ്പോൾ ജലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ രാസസൂത്രം നമുക്ക് അറിയാവുന്നതാണ്. കേട്ട് പരിചയമുള്ളത് കാരണം ജലം H2O ആണെന്ന് അറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ പഠിക്കാനുള്ളത് വാലൻസി തന്നിട്ടുണ്ട്. വാലൻസി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എഴുതുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചത് എങ്ങനെയാണ്? വാലൻസി കണ്ടെത്താനാണ് പഠിച്ചത്. അപ്പോൾ ഓരോ മൂലകത്തിൻ്റെയും വാലൻസി ഉപയോഗിച്ചിട്ട് അവയുടെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം. അപ്പോൾ കുറച്ച് എലമെന്റ് മൂലകവും വാലൻസി അതിൻ്റെ സംയോജകതയും തന്നിട്ടുണ്ട്. എലമെന്റ് എന്ന് പറഞ്ഞാൽ മൂലകം, വാലൻസി എന്ന് പറഞ്ഞാൽ സംയോജകത. എലമെന്റ്, മൂലകം, വാലൻസി, സംയോജകത. ഇപ്പോൾ മാഗ്നീഷ്യത്തിന്റെ വാലൻസി സംയോജകത 2 ആണ്, ക്ലോറിന്റെ വാലൻസി 1 ആണ്, അലുമിനിയത്തിന്റെ വാലൻസി 3 ആണ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ എഴുതിയില്ല, മാഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ മാഗ്നീഷ്യം ക്ലോറൈഡിന്റെ രാസസൂത്രം എങ്ങനെ എഴുതാം? അപ്പോൾ രാസസൂത്രം എഴുതണമെങ്കിൽ എന്തുപയോഗിച്ചിട്ടാണ് എഴുതുന്നത്? നമ്മൾ വാലൻസി ഉപയോഗിച്ചിട്ടാണ് കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എഴുതുന്നത്. അപ്പോൾ രാസസൂത്രം എഴുതാൻ 2-3 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഫസ്റ്റ് റൈറ്റ് ദ സിംബൽ ഓഫ് എലമെന്റ്സ്. റൈറ്റ് ദ സിംബൽ ഓഫ് എലമെന്റ്സ്. അപ്പോൾ മാഗ്നീഷ്യം ക്ലോറൈഡ് ആകുമ്പോൾ സിംബൽസ് ഏതൊക്കെയാ? മാഗ്നീഷ്യം ക്ലോറൈഡും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്തെഴുതുന്നു? സിംബൽ ഓഫ് എലമെന്റ് MgCl എഴുതി. മാഗ്നീഷ്യം ക്ലോറിനുള്ള എലമെന്റ്സിന്റെ സിംബൽ എഴുതി. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ വേണം? ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഫസ്റ്റ്, അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകമാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അറിയാം, മാഗ്നീഷ്യം ക്ലോറിൻ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ക്ലോറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകമാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റൈറ്റ് ദ സിംബൽ ഓഫ് എലമെന്റ്സ് ഫസ്റ്റ്. സോ ഫസ്റ്റ് എലമെന്റ് മസ്റ്റ് ബി ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം ആദ്യവും കൂടിയത് രണ്ടാമതുമായിട്ട് പ്രതീകങ്ങൾ എഴുതുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് interchange the valencies of magnesium and chlorine and write it as a base index. So listen again, interchange the valencies of magnesium and chlorine, then write it as a base index. അങ്ങനെ പറഞ്ഞാൽ മാഗ്നീഷ്യം പ്രതീകം നമ്മൾ വീണ്ടും എഴുതി, മാഗ്നീഷ്യം ക്ലോറിൻ എഴുതി. മാഗ്നീഷ്യത്തിന്റെ വാലൻസി
ക്ലോറിന്റെ വാലൻസി പരസ്പരം മാറ്റിയിട്ട് എഴുതുക. മാറ്റി എവിടെ എഴുതുക? പാദാംഗമായിട്ട് എഴുതുക. അപ്പൊ നമുക്ക് നോക്കാം, മാഗ്നീഷ്യത്തിന്റെ വാലൻസി എത്രയാണ് തന്നിരിക്കുന്നത്? 2 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇന്റർചേഞ്ചിന്റെ വാലൻസി എന്ന് പറയുമ്പോൾ എന്താ? വാലൻസി പരസ്പരം, സംയോജികത പരസ്പരം മാറ്റി എഴുതുക. അപ്പൊ മാഗ്നീഷ്യത്തിന്റെ സംയോജികത എത്രയാണ്? വാലൻസി 2 ആണ്. അപ്പൊ അത് ക്ലോറിന്റെ താഴെ എഴുതി. ഇനി ക്ലോറിന്റെ വാലൻസി എത്രയാണ്? 1. ക്ലോറിന്റെ സംയോജകത 1 ആണ്. അപ്പൊ Mg1Cl2 എന്ന് എഴുതി. Mg1Cl2. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്, ഇപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ സിമ്പിൾസ് എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓരോ മൂലകത്തിന്റെയും സംയോജകത പരസ്പരം മാറ്റി പാദാംഗമായിട്ട് എഴുതി, അതായത് ബേസ് ഇൻഡെക്സ് ആയിട്ട് എഴുതി. ഇനി അടുത്ത നോക്കേണ്ടത് ഇഫ് ദർ ഈസ് എനി കോമൺ ഫാക്ടർ. ഇതിൽ വല്ല കോമൺ ഫാക്ടർ ഉണ്ടോ? പൊതുവായ ഘടകങ്ങൾ ഉണ്ടോ വാലൻസിയിൽ? പൊതുവായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, ലഘൂകരിച്ച് എഴുതാം. അപ്പോൾ ഇവിടെ 1, 2 ആയതുകൊണ്ട് ഇവിടെ പൊതുവായ ഘടകങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മാഗ്നീഷ്യം ഒരെണ്ണാണെങ്കിൽ നമ്മൾ സൂചിപ്പിക്കാറില്ല അല്ലേ. അപ്പൊ ഒരു മൂലകം ഒരെണ്ണാണെങ്കിൽ, അപ്പൊ മാഗ്നീഷ്യം ഒരെണ്ണാണെങ്കിൽ Mg1 എഴുതുന്നില്ലേ. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? മാഗ്നീഷ്യം ക്ലോറൈഡ് MgCl2. ഓക്കെ. അപ്പൊ മാഗ്നീഷ്യം ക്ലോറൈഡിന്റെ രാസസൂത്രമാണ് MgCl2. അപ്പൊ നമ്മൾ ഏത് ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്? വാലൻസി ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. ഓക്കെ, ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. ആദ്യം എലമെന്റ്സിന്റെ മൂലകങ്ങളുടെ പ്രതീകങ്ങൾ എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പില് അവയുടെ സംയോജിതകൾ അല്ലെങ്കിൽ വാലൻസികൾ പരസ്പരം മാറ്റി പാദാംഗമായിട്ട് എഴുതുക, ബേസ് ഇൻഡെക്സ് ആയിട്ട് എഴുതുക. ഇതിലെ പൊതുവായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. എന്നിട്ട് ഒരു എലമെന്റ് ഒന്നാണെന്നുണ്ടെങ്കിൽ മാഗ്നീഷ്യം ഒരാറ്റാണെന്ന് സൂചിപ്പിക്കാൻ Mg എന്നുള്ള പ്രതീകം മാത്രം മതി. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ നമ്പർ അതുപോലെ തന്നെ എഴുതാം. അപ്പൊ മാഗ്നീഷ്യം ക്ലോറൈഡ് എങ്ങനെ എഴുതാം? MgCl2. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ മാഗ്നീഷ്യം ക്ലോറൈഡ് എഴുതിയ പോലെ തന്നെ അടുത്ത ചോദ്യം, പിന്നെ ഇവിടെ തന്നിരിക്കുന്ന മൂലകം അലുമിനിയം ഉണ്ട് അല്ലേ. അലുമിനിയം ക്ലോറൈഡും കൂടെ ആണെങ്കിൽ എങ്ങനെ നോക്കാം? അലുമിനിയം ക്ലോറൈഡ് മാഗ്നീഷ്യം ക്ലോറൈഡ് എഴുതിയതുപോലെ തന്നെ അലുമിനിയം ക്ലോറൈഡും എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പൊ അലുമിനിയം ക്ലോറൈഡ് ആകുമ്പോൾ ഇലക്ട്രോണെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം ഏതാണ്? അലുമിനിയം. അപ്പൊ നമുക്ക് എന്തെഴുതാം? Al എഴുതി. അലുമിനിയത്തിന്റെ പ്രതീകം Al. പിന്നെ ക്ലോറിന്റെ സിമ്പല് Cl. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അലുമിനിയം എഴുതി, ക്ലോറിൻ എഴുതി, ഇതിന്റെ വാലൻസി അതായത് സംയോജകത പരസ്പരം മാറ്റിയിട്ട് എഴുതുക. അലുമിനിയത്തിന്റെ വാലൻസി എത്രയാണ്? 3 ആണ്, 3 ആണ്. അത് ഏതിന് താഴെ എഴുതണം? ക്ലോറിന്റെ താഴെ എഴുതണം. ക്ലോറിന്റെ വാലൻസി എത്രയാണ്? 1 ആണ്. അത് ഏതിന് താഴെ എഴുതണം? അലുമിനിയത്തിന് താഴെ എഴുതണം. അപ്പൊ ഇതിലും പൊതുവായ ഘടകങ്ങളൊന്നുമില്ല, കോമൺ ഫാക്ടർ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു അലുമിനിയം ആറ്റത്തിനെ സൂചിപ്പിക്കാൻ Al എഴുതിയാൽ മതി. അപ്പൊ അലുമിനിയം ക്ലോറൈഡിന്റെ രാസസൂത്രമാണ് AlCl3. അപ്പൊ മാഗ്നീഷ്യം ക്ലോറൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? MgCl2. അലുമിനിയം ക്ലോറൈഡ് എങ്ങനെ എഴുതാം? AlCl3. അപ്പൊ രാസസൂത്രം എഴുതാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചില മൂലകങ്ങളും അവയുടെ സംയോജകതയും തന്നിരിക്കുന്നത്, അതായത് എലമെന്റും അതിന്റെ വാലൻസിയും തന്നിരിക്കുന്നു. അപ്പൊ ഇവ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ് നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് എഴുതുന്ന രീതി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പില് എലമെന്റ്സ് എഴുതി, കാർബൺ, ഓക്സിജൻ. അടുത്ത സ്റ്റെപ്പില് കാർബൺ, ഓക്സിജൻ. കാർബണിന്റെ വാലൻസി 4. അത് ഏതിന് താഴെ എഴുതി? ഓക്സിജന്റെ താഴെ എഴുതി. കാരണം എന്താ? വാലൻസി ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണം, അതായത് സംയോജകത പരസ്പരം മാറ്റിയിട്ട് എഴുതണം. ഇനി ഓക്സിജന്റെ വാലൻസി എത്രയാണ്? 2. ഓക്സിജന്റെ വാലൻസി 2. അപ്പൊ ഇതിൽ കോമൺ ഫാക്ടർ ഉണ്ടോ? കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ. അപ്പൊ ഏതാ കോമൺ ഫാക്ടർ? 2 ആണ് കോമൺ ഫാക്ടർ. അപ്പൊ കോമൺ ഫാക്ടർ 2 ആയതുകൊണ്ട് അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അടുത്ത സ്റ്റെപ്പില് C ആ കോമൺ ഫാക്ടറിനോട് ഡിവൈഡ് ചെയ്ത് എഴുതാം. ഓക്സിജൻ 4/2. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? 2/2 എന്ന് പറയുമ്പോൾ 1, C1 4/2 എന്ന് പറഞ്ഞാൽ 2, 4/2 എന്ന് പറയുമ്പോൾ 2, C1O2 അല്ലേ. അപ്പൊ C1O2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? CO2, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സാമ്പിൾ. അപ്പൊ നമുക്ക് അടുത്ത വേറൊരു എക്സാമ്പിൾ കൂടെ എഴുതാം. magnesium oxide.
magnesium oxide. Magnesium oxide രാസസൂത്രം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എഴുതുന്നത് സിമ്പിൾസ് എഴുതി, മാഗ്നീഷ്യം എഴുതി, ഓക്സിജൻ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ വാലൻസി അല്ലെങ്കിൽ സംയോജകത പരസ്പരം മാറ്റി എഴുതും. മാഗ്നീഷ്യത്തിൻ്റെ സംയോജകത 2, ഓക്സിജന്റെ സംയോജകത 2. അപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ എഴുതാം? ഇതിൽ കോമൺ ഫാക്ടർ ഏതാണ്? 2 ആണ് കോമൺ ഫാക്ടർ. അപ്പോൾ ഓക്സിജൻ 2/2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 2/2 എന്ന് പറയുമ്പോൾ 1, മാഗ്നീഷ്യം 1, ഓക്സിജൻ 1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതാം? 1 ആണെങ്കിൽ സൂചിപ്പിക്കണമെന്നില്ല. അപ്പോൾ MgO എന്ന് എഴുതിയാൽ മതി. MgO എന്ന് പറയുമ്പോൾ ഒരു മാഗ്നീഷ്യം ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും. അപ്പോൾ മാഗ്നീഷ്യം ഓക്സൈഡിൻ്റെ രാസസൂത്രം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന 3 കോമ്പൗണ്ട്സിൻ്റെയും കൂടെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കാർബൺ ടെട്രാക്ലോറൈഡ്, മാഗ്നീഷ്യം ഫ്ലൂറൈഡ് ആൻഡ് അലുമിനിയം ഫ്ലൂറൈഡ് യൂസിങ് ദിസ് ഗിവൺ വാലൻസീസ്. തന്നിരിക്കുന്ന സംയോജകത ഉപയോഗിച്ചിട്ട് എഴുതാം. ഇപ്പോൾ കാർബൺ ടെട്രാക്ലോറൈഡ്, അപ്പോൾ എലമെന്റ്സ് ഏതൊക്കെ എഴുതണം? കാർബൺ, ക്ലോറിൻ. ഇനി കാർബണിൻ്റെ വാലൻസി 4, ക്ലോറിൻ്റെ വാലൻസി 1. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? CCl4. ഈ മാഗ്നീഷ്യം ഫ്ലൂറൈഡ് എലമെന്റ്സ് ഏതൊക്കെയാണ് എഴുതുന്നത്? മാഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ. മാഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2, ക്ലോറിൻ്റെ വാലൻസി 1. അപ്പോൾ വാലൻസി ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ Mg ഒരെണ്ണാണെങ്കിൽ നമ്മൾ Mg തന്നെ എഴുതിയാൽ മതി. അപ്പോൾ എന്തെഴുതാം? MgF2. അതുപോലെ അലുമിനിയം ഫ്ലൂറൈഡ് ഏതൊക്കെ എലമെന്റ്സ് എഴുതുന്നത്? അലുമിനിയം, പിന്നെ ഫ്ലൂറിൻ. അലുമിനിയത്തിൻ്റെ വാലൻസി എത്ര തന്നിരിക്കുന്നത്? 3. അത് ഫ്ലൂറിന് താഴെ എഴുതി. ഫ്ലൂറിൻ്റെ വാലൻസി 1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Al(F3). അപ്പോൾ ഇത്രയും എക്സാമ്പിളിൽ നിന്ന് എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിൻ്റെ പേര് തന്നാലും അതിൻ്റെ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എഴുതാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടികയുണ്ട്. ആ പട്ടിക ഈ തന്നിരിക്കുന്ന എക്സാമ്പിളൊക്കെ നോട്ട്ബുക്കിൽ ചെയ്യണം. അതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്കിലെ പട്ടിക പൂരിപ്പിച്ച് നോട്ട്ബുക്കിൽ എഴുതണം. ഈ ഒരു ക്ലാസ്സോട് കൂടി 9ാം ക്ലാസ്സിലെ രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ടിങ് എന്ന അധ്യായം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണ്? സ്റ്റെബിലിറ്റി, സ്ഥിരത എന്താണ്? അയോണിക് ബോണ്ടിങ്, അയോണിക ബന്ധനം എന്താണ്? കോവലന്റ് ബോണ്ടിങ്, സഹസംയോജക ബന്ധനം എന്താണ്? ഓരോന്നിനും ഉദാഹരണങ്ങൾ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് പഠിച്ചത്. പിന്നീട് പോളാർ കോമ്പൗണ്ട്സ്, പോളാർ സംയുക്തങ്ങൾ, അതുപോലെ ബാലൻസി അഥവാ സംയോജകത, പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി. അവസാനമായിട്ട് നമ്മൾ പഠിച്ചതാണ് കെമിക്കൽ ഫോർമുല, രാസസൂത്രം എങ്ങനെ എഴുതാം. ഇതാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പോൾ ഇവ ഉപയോഗിച്ചുള്ള തുടർ പ്രവർത്തനങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ തുടർ പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ കൂടി നോട്ട്ബുക്കിൽ എഴുതണം. അപ്പോൾ അടുത്ത അധ്യായത്തിൽ നമ്മൾ പിന്നൊരു ക്ലാസ്സിൽ തുടങ്ങുന്നതായിരിക്കും. 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം പിന്നത്തെ ക്ലാസ്സിൽ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.